ಕಡಂಗಭದ್ರಿಯ ಮದರಸದಲ್ಲಿ ಪ್ರಸಕ್ತ 2025-26ನೇ ಸಾಲಿನಲ್ಲಿ ಕಲಿಯುತ್ತಿರುವ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಉಚಿತ ಪಠ್ಯಪುಸ್ತಕವನ್ನು ವಿತರಿಸಲಾಯಿತು. ಬದ್ರಿಯಾ ಮದರಸ ಸಭಾಂಗಣದಲ್ಲಿ ಜಮಾಅತ್ ಅಧ್ಯಕ್ಷ ಕೆಇ ಉಸ್ಮಾನ್ ಅವರ ಅಧ್ಯಕ್ಷತೆಯಲ್ಲಿ ನಡೆದ ಕಾರ್ಯಕ್ರಮವನ್ನು ತಾಜುಲ್ ಉಲಾಮಾ ದರ್ಸ್ ಮದರಿಸ್ ಹಾಗೂ ಖತೀಬರಾದ ಮೊಹಮ್ಮದ್ ಸ್ವಾದಿಕ್ ಸಕಾಫಿ ಅಲ್ ಸುರೈಸಿ ಉದ್ಘಾಟಿಸಿ ಮಾತನಾಡಿದರು. ಮುಖ್ಯ ಅತಿಥಿಗಳಾಗಿ ಸೈಯದ್ ಸಮೀಹ್ ಅನ್ವಾರಿ ಅಲ್ ಅಹ್ಸನಿ ಅಲ್ ಐದುರಸಿ ತನ್ನಳ್ ಎಮ್ಮೆಮಾಡು ಅವರು ಪಾಲ್ಗೊಂಡು ಮಾತನಾಡಿ, ಇಂದಿನ ಯುಗದಲ್ಲಿ ಮದರಸ ವಿದ್ಯಾಭ್ಯಾಸ ಬಹು ಮುಖ್ಯವಾಗಿದೆ. ವಿದ್ಯಾರ್ಜನೆ ನೀಡಿದ ಶಿಕ್ಷಕರುಗಳನ್ನು ಗೌರವಿಸಿದರೆ ಮಾತ್ರ ನೀವು ಉನ್ನತ ಮಟ್ಟಕ್ಕೇರಲು ಸಾಧ್ಯ ಎಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಶುಭ ಹಾರೈಸಿದರು. ಮದರಸ ಮುಖ್ಯೋಪಾಧ್ಯಾಯರಾದ ಹುಸೈನಾರ್ ಸಹಾದಿ ಪ್ರಾಸ್ತಾವಿಕವಾಗಿ ಮಾತನಾಡಿದರು. ಕಳೆದ ಹಲವಾರು ವರ್ಷಗಳಿಂದ ಕಡಂಗಭದ್ರಿಯ ಮದರಸದಲ್ಲಿ ವಿದ್ಯಾಭ್ಯಾಸ ಮಾಡುವ 100ಕ್ಕೂ ಅಧಿಕ ವಿದ್ಯಾರ್ಥಿಗಳಿಗೆ ಅಬುಬಕರ್ ಕುವೈತ್ ಹಾಗೂ ಟಿಕೆ ಮುಜೀಬ್ ದುಬೈರವರು ಉಚಿತವಾಗಿ ಮದರಸ ಪಠ್ಯಪುಸ್ತಕ ನೀಡುತ್ತಾ ಬಂದಿದ್ದಾರೆ. ಈ ಸಂದರ್ಭ ಎಸ್ವೈಎಸ್ ಕಡಂಗ ಸರ್ಕಲ್ ಅಧ್ಯಕ್ಷ ಹಾಗೂ ಜಿಲ್ಲಾ ಮಾಧ್ಯಮ ಕಾರ್ಯದರ್ಶಿ ಅಶ್ರಫ್, ಎಸ್ಎಸ್ಎಫ್ ಕಡಂಗ ಯೂನಿಟ್ ಅಧ್ಯಕ್ಷ ಅಂಶಾದ್ ಅನ್ವಾರಿ ಸಹದಿ, ಕೆಎಂಜೆ ಸದಸ್ಯರಾದ ಉಮ್ಮರ್ ಸಿಇ, ಹಫೀಜ್ ರಫೀಕ್ ಹಿಮಮಿ, ಬದ್ರಿಯಾ ಜೆಸಿಸಿ ಸದಸ್ಯರಾದ ಹಾರಿಸ್ ಕೆಕೆ, ಜಮಾಅತ್ ಮಾಜಿ ಅಧ್ಯಕ್ಷ ಅಬ್ದುಲ್ ರೆಹಮಾನ್ ಅರಫಾ, ಮದರಸ ಅಧ್ಯಾಪಕರುಗಳಾದ ರಜಕ್ ಮುಸ್ಲಿಯಾರ್, ಉಮ್ಮರ್ ಮುಸ್ಲಿಯಾರ್ ಮತ್ತಿತರರು ಹಾಜರಿದ್ದರು. മനുഷ്യന്റെ ഹ്യൂമൻ ബീയിങ്സ് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ എന്ന് പറഞ്ഞത്, ഒരു കാര്യത്തിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നുമായി ഏർപ്പെടണം. പണിയില്ലാത്ത ആളാകാൻ പാടില്ല, ഒരു ജോലിയില്ലാത്ത ആളാകാൻ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഏറ്റവും നല്ല ജോലിയാണ് നിങ്ങൾ ഈ പഠിക്കുന്ന പ്രാരംഭത്തിന്റെ നിങ്ങളുടെ പ്രൈമറി സ്റ്റഡീസ്. ഇത് നിങ്ങൾ ചിലപ്പോൾ പ്രൈമറി എന്ന് പറയാൻ പറ്റൂല, 8 കഴിഞ്ഞാലൊക്കെ ഹൈസ്കൂൾ എന്നൊക്കെ നിങ്ങൾ പേര് പറഞ്ഞാലും അത് പ്രൈമറി തന്നെയാണ്. ഇനി +2 ആണെങ്കിലും തന്നെ പ്രൈമറി തന്നെയാണ്. കാരണം ഇതെല്ലാം നമുക്ക് ഫണ്ടമെന്റലായി അറിയേണ്ട കാര്യങ്ങൾ മാത്രമാണ് മദ്രസയിൽ നിന്ന് കിട്ടുന്നത്. +1 +2 പഠിച്ചാലും ഇനി ഡിഗ്രി മദ്രസ സംവിധാനത്തിൽ പഠിപ്പിച്ചാലും അത് തന്നെയാണ് കിട്ടുക. കിട്ടുന്ന നിലവാരം എത്രയുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും സദർ ഉസ്താദും മറ്റുള്ള ഉസ്താദന്മാരോട് ചോദിച്ചാൽ മതി. ഈ ഉസ്താദന്മാരൊക്കെ കുറേ കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ഉസ്താദന്മാരാണ്, ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് ടീച്ചിങ് മേഖലയിൽ തന്നെ. ഇവർ ഉസ്താദൊക്കെ ചോദിച്ചാൽ നമ്മളെ സാദി ഉസ്താദും മറ്റുള്ള മാലിന്യങ്ങളാകുന്ന ഉസ്താദന്മാരും മദീൻ ഉസ്താദന്മാരോടൊക്കെ ചോദിച്ചു നോക്കിയെങ്കിൽ പണ്ട് പഠിച്ചിരുന്ന ആ വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു ലെസൺ ഉണ്ടായിരുന്നു SSLCന് മുമ്പ്. ഇംഗ്ലീഷ് റീഡറിൽ 10th ലെസൺ വൺസ് അപ്പോൺ എ ടൈം അതിന്റെ ലെസൺ ഒന്നാമത്തെ കാലത്ത് കന്നഡത്തിൽ പറയാം. എന്താ ഈ പറയുന്നത്? അന്നുള്ള അവസ്ഥകളെ ഇന്നത്തെ അവസ്ഥയിലേക്ക് കമ്പയർ ചെയ്തുകൊണ്ട് കവി പറയുകയാണ്. ഈ കുട്ടികളോട് ഞാൻ പറയുന്നത് എന്തിനാ, നിങ്ങൾ ഇംഗ്ലീഷ് അറിയുന്നവർ ഇംഗ്ലീഷ് മീഡിയങ്ങളിലേക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായതുകൊണ്ടാണ്. അന്നത്തെ ചിരി എങ്ങനെയാണ്, നമ്മൾ ചിരിക്കുന്നത് എങ്ങനെ? അന്നത്തെ ചിരി മനസ്സിന്റെ ഉള്ളുന്നുള്ള ചിരിയാണ്. ഇന്നത്തെ ചിരി ഓൺലി ബൈ ടീത്സ്, പല്ലുകൊണ്ട് മാത്രമാണ് കവി പറയുന്നത്. അങ്ങനെ കുറെ കമ്പയർ ചെയ്ത് അദ്ദേഹം പറയുന്നത് അന്നത്തെ പഠിപ്പ് ഇന്നത്തെ പഠിപ്പ് പോലെയല്ല എന്നാണ്. അത് 100% ശരിയാണ്. അന്ന് ഞങ്ങൾ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് പഠിക്കുന്ന സിലബസിൽ കുറെ മാറ്റമുണ്ട്. ഞങ്ങൾ അതും തുടങ്ങിയിട്ടുള്ള സുന്നി വിദ്യാഭ്യാസ ബോർഡിൽ 1ാം ക്ലാസ് മുതൽ പഠിച്ചു. ഇന്ന് കുറെ ലെസൺ ഞാൻ നോക്കി, 10ാം ക്ലാസ് 9ാം ക്ലാസ്സിന്റെ കിതാബ് നോക്കി. പഠിക്കുന്ന സമയത്ത് അള്ളാഹു ആ വ്യക്തിക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ഘടനയിൽ, ഈ ഒരു വിഷയത്തിൽ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളും മറ്റു സഹായികളും പെട്ടു. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് കിതാബ് നൽകിയ ആളുകളൊക്കെ അതിന്റെ കൂട്ടത്തിൽ പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വീണ്ടും ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിച്ചതിനെ കുറിച്ച് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു വിദ്യാർത്ഥിക്ക് ഇൽമു പഠിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്ത് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്താൽ ആ വ്യക്തി അമ്പിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതുപോലെ തന്നെ അമ്പിയാക്കളെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായിച്ച ആളുകൾക്കും അത്രയും വലിയ മഹത്വമുണ്ട്, ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അത്രയും വലിയ മഹത്വമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
കൂട്ടത്തിൽ വിദ്യാർത്ഥികളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നാം പഠിക്കുന്ന ആ ഇൽമിന്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് വേണ്ടത് അദബാണ്. നമ്മുടെ ഉസ്താദുമാരോട്, നമ്മുടെ മാതാപിതാക്കളോട് നാം നല്ല രൂപത്തിൽ അദബോടെ, മര്യാദയോടെ നാം പെരുമാറണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചിലപ്പോൾ ഇന്ന് കാണുന്ന വിദ്യാർത്ഥികൾ നാളെ വലിയ ആലിമീങ്ങളായേക്കാം, അല്ലെങ്കിൽ വലിയ വലിയ പണ്ഡിതന്മാരായേക്കാം, അല്ലെങ്കിൽ വലിയ വലിയ ഔലിയാക്കന്മാരുടെ സ്ഥാനത്തിൽ എത്തുന്നവരായേക്കാം. എന്നാലും നമ്മളെ 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദിനെ ഒരിക്കലും നാം മറന്നു പോവാൻ പാടില്ല. കാരണം ഈ മദ്രസ പഠനം എന്നുള്ളത് അത് നമ്മുടെ ഒരു അടിത്തറയാണ്. ഒരു വീട് നിർമ്മിക്കുമ്പോൾ ആ വീടിലേക്ക് തറ അത്യാവശ്യമാണ്. തറയില്ല എങ്കിൽ ആ വീട് പൊളിഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മുടെ പഠനത്തിന്റെ തുടക്കം എന്നുള്ളത് അത് മദ്രസയാണ്. ആ മദ്രസയാണ് അടിത്തറ. ഈ അടിത്തറ ഉറപ്പിച്ച് നിർത്തിത്തരുന്നത് നമ്മുടെ 1-ാം ക്ലാസ്സിലെ ഉസ്താദുമാരാണ്, നമ്മുടെ മദ്രസയിലുള്ള എല്ലാ ഉസ്താദുമാരുമാണ്. അപ്പോൾ നമ്മൾ എത്ര ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും, നമ്മൾ പഠിച്ച് വലിയ ഭാവിയിൽ വലിയ ആളായി കഴിഞ്ഞാലും, നമ്മുടെ ഉസ്താദുമാരെ കാണുമ്പോൾ ഒന്ന് മാറി നിന്ന് നടക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ ഉസ്താദുമാരെ കാണുമ്പോൾ സലാം പറയാൻ മടിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാരെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യണം. മറ്റൊരു കഥ മാത്രം പറഞ്ഞാൽ, കുട്ടികൾക്ക് കിതാബ് കൊടുക്കാമെന്ന് ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹ് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂബക്കർ കുബൈത്ത്, അതേപോലെ ഗൾഫിൽ ജോലി ചെയ്യുന്ന മുജീബ്, ഈ 2 സഹോദരന്മാർ അവരുടെ ആ സമ്പാദ്യത്തിൽ നിന്ന് ഏറ്റവും വലിയ സദഖയാകുന്ന സദഖത്തുൻ ജാരിയ എന്ന ഗണത്തിൽപ്പെടുന്ന വലിയൊരു പ്രതിഫലം ലഭിക്കുന്ന വലിയൊരു കാര്യമാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള കിതാബുകളെല്ലാം ഒരുക്കി തന്നിരിക്കുന്നത്. അല്ലാഹു തആല അതൊക്കെ അവരിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അതിന്റെ പ്രതിഫലം അവരെ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെ ഹദ്റത്തിലേക്ക് അല്ലാഹു ഈ സമയത്ത് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. മക്കൾ